നമസ്കാരം. നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി മുലയംപറമ്പത്തക്കാവ് പൂരം എഴുന്നള്ളിപ്പിനിടയിൽ ഒറ്റപ്പിലാവ് വടക്കുന്നാഥൻ കമ്മിറ്റിയിലെ 4 യുവാക്കളെ അക്രമി സംഘം ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് പക്ഷപാതപരമായി പെരുമാറുകയാണെന്ന പരാതിയുമായി 30ഓളം വീട്ടമ്മമാർ രംഗത്ത്. കൂറ്റനാട് പ്രസ് ക്ലബ്ബിലെത്തിയ വനിതാ സംഘമാണ് പോലീസിൽ നിന്ന് നീതി ലഭിക്കുന്നില്ലെന്ന പരാതി ഉന്നയിച്ച് പ്രക്ഷോഭത്തിനിറങ്ങുന്നതായി അറിയിച്ചത്. ഫെബ്രുവരി 28-നാണ് കേസിനാസ്പദമായ സംഭവം. പാലക്കാട് തൃശൂർ ജില്ലാതിർത്തിയിലുള്ള ഒറ്റപ്പിലാവ് കാളന്തി നഗറിൽ നിന്നുള്ള പൂരം എഴുന്നള്ളിപ്പിനിടയിലാണ് അക്രമസംഭവം നടന്നത്. തണത്ര പാലത്തിന് സമീപം പഴയ വില്ലേജ് ഓഫീസ് പരിസരത്ത് വെച്ച് യുവതാര പൂരാഘോഷ കമ്മിറ്റിയോടൊപ്പമുള്ള 6 പേർ വടക്കുന്നാഥൻ കമ്മിറ്റിയിലെ രാധാകൃഷ്ണൻ, ജിതിൻദാസ്, നിധി, യദുകൃഷ്ണ എന്നിവരെ ഇടിക്കട്ടയും പട്ടികവടിയും ഉപയോഗിച്ച് മാരകമായി ആക്രമിച്ചെന്നാണ് പരാതി. പരിക്കേറ്റ 4 പേരും 5 ദിവസം ആശുപത്രിയിൽ കിടന്നു. ഈ സംഭവത്തിൽ പ്രതികൾക്കെതിരെ കേസെടുക്കുന്നതിന് പകരം പരിക്കേറ്റ ചേലക്കപ്പറമ്പിൽ രാധാകൃഷ്ണൻ, പാലത്തിങ്കൽ പറമ്പിൽ മിഥുൻ എന്നിവരെ അറസ്റ്റ് ചെയ്ത് ജാമ്യം ലഭിക്കാത്ത വകുപ്പ് പ്രകാരം കേസെടുത്ത് റിമാൻഡ് ചെയ്തെന്നും വീട്ടമ്മമാർ ആരോപിച്ചു. ഞങ്ങളത് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് വ്യാഴാഴ്ച ഞങ്ങൾ പരാതി കൊടുത്തു. വ്യാഴാഴ്ച രാത്രി ഒരു 8-8:30 ആകുമ്പോഴാണ് ഞങ്ങളവിടെ കൊണ്ടുപോയി പരാതി കൊടുക്കുന്നത്. പക്ഷെ അതിൻ്റെ മേലെ അവരൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നാണ് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ട് വീട്ടിലുള്ള കുട്ടീനെ രാധാകൃഷ്ണൻ പറയുന്ന ഒരാളെ അനീതിയായിട്ടാണ് അവർ കൊണ്ടുപോയിരിക്കുന്നത്. ഒരു പ്രകോപനമില്ല. അവനെ സ്ഥലം കാണിക്കാനാന്ന് പറഞ്ഞിട്ടാണ് അവർ ആദ്യം കൊണ്ടുപോയത്. പിന്നെ അവനെ ലോക്കപ്പ് ചെയ്തു. പക്ഷെ അവർ പറയണത് നിങ്ങൾ കൊടുത്ത കേസിന്റെ മുകളിൽ അവർ ഇതുവരെ ഒരു നടപടി എടുത്തിട്ടില്ല. ഞങ്ങൾ കൊടുത്തതിന്റെ പുറമെ ഈ ആക്രമിച്ച ആൾക്കാർ, ഈ ഒറ്റപ്പിലാവ് ദേശത്ത് തന്നെ ഇത്രയും ഇതുള്ള ആൾക്കാരാണ് ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു നടപടി എടുത്തിട്ട് അവരുടെ മേലാണ് ഇപ്പോൾ അവർ കേസ് ചാർജ് ചെയ്തിട്ടാണ് ഈ രാധാകൃഷ്ണൻ എന്ന വ്യക്തിനെ, എൻ്റെ മകൻ മിഥുൻ കൃഷ്ണൻ എന്ന വ്യക്തിനെ അവരെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് എന്ത് നീതിയാണ് അവർ തന്നിരിക്കുന്നത്? 3 ദിവസമായി 2 പേരും ജയിലിലാണ്. അതേസമയം പ്രതികൾ യഥേഷ്ടം വിഹരിക്കുകയും സ്വൈരവിഹാരം നടത്തുകയും ചെയ്യുകയാണ്. അക്രമി സംഘത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ചാലിശ്ശേരി പോലീസിനെതിരെ പാലക്കാട് പോലീസ് സൂപ്രണ്ടിനും DGPക്കും പരാതി നൽകിയിട്ടുണ്ട്. ഇനിയും നീതി ലഭിക്കാത്ത പക്ഷം കാളന്തി നഗറിലെ മുഴുവൻ വീട്ടമ്മമാരും ചാലിശ്ശേരി പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം നടത്തുമെന്ന് വടക്കുന്നാഥൻ പൂരാഘോഷ കമ്മിറ്റി ഭാരവാഹികളും കാളന്തി നഗർ നിവാസികളുമായ PS സജിതാകൃഷ്ണ, PK ഷിജി സന്തോഷ്, CC സുമതി, TK രമണി, CA മിനി, സതീഷ് കുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. അക്രമികളെ അവർ സംരക്ഷിക്കുക, ഞങ്ങൾ ഒന്നും ചെയ്യാത്ത ഞങ്ങളെ ആൾക്കാരനാണ് അവർ പിടിച്ച് ലോക്കപ്പിലിട്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് എന്തിനും തയ്യാറായിട്ടാണ് ഞങ്ങൾ നടക്കുന്നത്. ഞങ്ങൾക്ക് നീതി കിട്ടണം. അവർ ഇടിക്കട്ട ഉപയോഗിച്ചിട്ടാണ് ഞങ്ങളുടെ മക്കളെന്നൊക്കെ ഉപദ്രവിച്ചേക്കുന്നത്. എല്ലാവർക്കും നല്ല പരിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് നീതി കിട്ടണം. അതേസമയം 2 വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനൊടുവിൽ ഇരുകൂട്ടർക്കെതിരെയും കേസെടുത്തിട്ടുണ്ടെന്നും 2 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും ആക്ഷേപം അടിസ്ഥാനരഹിതമാണെന്നും ചാലിശ്ശേരി പോലീസ് പ്രതികരിച്ചു. സമകാലീന മ്യൂറൽ ചിത്രകാരന്മാരിൽ ശ്രദ്ധേയരായവരിൽ ഒരാളായ മണികണ്ഠൻ പുന്നക്കലിന്റെ കലാജീവിതത്തെ ആസ്പദമാക്കി P. സുരേന്ദ്രൻ രചിച്ച മണിപത്മം എന്ന പുസ്തകം പ്രകാശനം ചെയ്തു. നിറച്ചാർത്ത് കലാസാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എങ്കക്കാട് ഒടുവിൽ കുഞ്ഞികൃഷ്ണമേനോൻ വായനശാലയിൽ വെച്ച് നടന്ന പുസ്തക പ്രകാശന ചടങ്ങിൽ കവി റഫീഖ് അഹമ്മദ് കലാകാരനായ ഡോക്ടർ സദനം ഹരികുമാറിന് പുസ്തകം കൈമാറി പ്രകാശനം നിർവഹിച്ചു. ഗുരുവായൂർ ക്ഷേത്രോത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ടുള്ള ആനയോട്ടത്തിൽ ഗുരുവായൂർ ബാലു ജേതാവായി. ആദ്യമായാണ് ബാലു ആനയോട്ടത്തിൽ വിജയിയാകുന്നത്. ബാലു, ചെന്താമരാക്ഷൻ, ദേവി എന്നീ ആനകളാണ് മുൻനിരയിൽ ആനയോട്ടത്തിൽ പങ്കെടുത്തത്. ക്ഷേത്രത്തിൽ നാഴികമണി 3 അടിച്ചതോടെ ആനകൾ കണിയിക്കാനുള്ള മണികളുമായി പാപ്പാന്മാർ മഞ്ജുളാൽ പരിസരത്ത് ഓടാൻ തയ്യാറായി നിർത്തിയ ആനകളുടെ അടുത്തേക്കോടി. മണികൾ ആനകൾ കണിയിച്ച ശേഷം മാരാർ ശംഖൂതിയതോടെ ആനകൾ ക്ഷേത്രം ലക്ഷ്യമാക്കിയുള്ള ഓട്ടത്തിലായി. ക്ഷേത്രഗോപുരത്തിലേക്ക് ആദ്യം ഓടിയെത്തിയ ബാലു വിജയിയായി പ്രഖ്യാപിച്ചു.
ആവേശക്കുതിപ്പിൽ കിഴക്കേ ഗോപുരം കടന്ന ക്ഷേത്രത്തിൽ പ്രവേശിച്ച ബാലു ആചാരപ്രകാരമുള്ള 7 പ്രദക്ഷിണം വെച്ച് ഗുരുവായൂരപ്പനെ വണങ്ങി ചടങ്ങ് പൂർത്തിയാക്കി. ഉത്സവ ചടങ്ങുകളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ ഇന്നു മുതൽ ആരംഭിക്കുന്ന ശ്രീഭൂതബലി എഴുന്നള്ളിപ്പിന് ബാലുവാണ് ഭഗവാന്റെ തങ്കത്തിടമ്പേറ്റുക. വരവൂർ നടുവട്ടം അറവു മാലിന്യ സംസ്കരണ പ്ലാന്റിനും വരവൂർ പഞ്ചായത്ത് ഭരണസമിതി നൽകിയ അനുമതി അടിയന്തരമായി പിൻവലിക്കണമെന്ന് ആക്ഷൻ കൗൺസിലിന്റെ പ്രത്യേക യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. നടുവട്ടം കാഞ്ഞിരഞ്ഞാണി മക്കാം ഹാളിൽ ചേർന്ന പൊതുയോഗത്തിൽ തളി, നടുവട്ടം, പാറപ്പുറം മഹല്ല് കമ്മിറ്റികൾ, നടുവട്ടം ഹിന്ദു കർമ്മസമിതി, വിവിധ ക്ലബ്ബ് പ്രതിനിധികൾ, സമുദായ സംഘടനാ നേതാക്കൾ എന്നിവർ പങ്കെടുത്തു. അങ്ങനെ നിരുത്തരവാദപരമായ മാലിന്യം ഈ നടുവട്ടത്തിന്റെ മണ്ണില് 24 മണിക്കൂർ കടന്നിട്ട് ഇവിടുത്തെ പോലീസ് 2000 രൂപയുടെ ഒരു ഫൈനാണ് അവർക്ക് എഴുതി കൊടുത്തത്. 2000 രൂപയുടെ ഫൈൻ. ഈ മാലിന്യ വണ്ടി തടഞ്ഞ ഇവിടുത്തെ ചുണക്കുട്ടന്മാർക്കെതിരെ ജാമ്യമില്ലാത്ത വകുപ്പിന്റെ കേസെടുത്തു ഇവിടുത്തെ പോലീസ്. നമ്മൾ എവിടേക്കും ഓടിപ്പോകാൻ പോകുന്നില്ല, പോകാൻ പറ്റും, നമുക്ക് ധൈര്യമായി നേരിടും. ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്, ഈ കേസിൽപ്പെട്ട ആളുകൾ ഇവിടെ ഉണ്ട്, നിങ്ങളൊരു വലിയ കൈയടി അവർക്ക് കൊടുക്കണം. ആ കേസിൽപ്പെട്ടവരെ കൂടെ നിങ്ങൾ ഉണ്ട് ഉറപ്പ് പറഞ്ഞുകൊണ്ട്. പോലീസ് നടപടികൾ കമ്പനിക്ക് അനുകൂലമാണെന്നും കള്ളക്കേസുകൾ പോലീസ് എടുക്കുന്നതായും ആക്ഷൻ കൗൺസിൽ യോഗം വിലയിരുത്തി. ആക്ഷൻ കൗൺസിൽ നൽകിയ പരാതികൾ പരിഗണിക്കാൻ പോലീസ് തയ്യാറാകുന്നില്ല. മാർച്ച് 16-ന് നടുവട്ടത്ത് പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കും. ശക്തമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകാനും സമരം പഞ്ചായത്ത് മുഴുവൻ വ്യാപിപ്പിക്കാനും പൊതുയോഗം തീരുമാനിച്ചു. സയ്യിദ് അൻവർ സദാത്ത് തങ്ങൾ യോഗം ഉദ്ഘാടനം ചെയ്തു. ചെയർമാൻ ഫസലു അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് അബുബക്കർ മുഖ്യപ്രഭാഷണം നടത്തി. കോർഡിനേറ്റർ ജഹാംഗീർ ഭാഷാപ്രമേയം അവതരിപ്പിച്ചു. എം വീരചന്ദ്രൻ, ഉമ്മർ സഖാഫി, ഷിയാസ് മിസ്ബാഹി, ടി എം പരീദ്, വിപിൻ കുടിയേടത്ത്, കെ എം ഹനീഫ, സി പി സുഭാഷ്, ചെരുവിൽ മൊയ്തീൻ ഹാജി, ടി എം ബി വാത്തുകുട്ടി, വി സക്കീന എന്നിവർ പ്രസംഗിച്ചു. കെ എസ് മുഹമ്മദ് സ്വാഗതവും കെ എച്ച് അസീസ് നന്ദിയും പറഞ്ഞു. ചാലിശ്ശേരി GCC ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും മഹാത്മാ ചാരിറ്റബിൾ സൊസൈറ്റിയും സംയുക്തമായി നടത്തിയ ഫുട്ബോൾ ടൂർണമെന്റിൽ നിന്ന് ലഭിച്ച വരുമാനത്തിൽ നിന്നുള്ള വിഹിതം സ്കൂളുകൾക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്കും നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് 30,000 രൂപ, GLP സ്കൂളിന് 20,000 രൂപ, പഞ്ചായത്തിലെ ദുരിതാശ്വാസ നിധിയിലേക്ക് 10,000 രൂപയുമാണ് നൽകിയത്. ടൂർണമെന്റ് കമ്മിറ്റി ചെയർമാൻ ഫൈസൽ, കൺവീനർ ഷാജഹാൻ നാലകത്ത്, ട്രഷറർ ജിജു ജേക്കബ്, മഹാത്മാ രക്ഷാധികാരി ബാബു നാസർ, നൌഷാദ് മുക്കൂട്ട, കോർഡിനേറ്റർമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ തുക കൈമാറി. ചടങ്ങിൽ GHSS സ്കൂൾ പ്രധാനാധ്യാപിക K സുവർണകുമാരി, PTA പ്രസിഡന്റ് PV രജീഷ് കുമാർ, GLP PTA പ്രസിഡന്റ് BN ബിനു, വികസന സമിതി ചെയർമാൻ MM അഹമ്മദുണ്ണി, GLP സ്കൂൾ പ്രധാനാധ്യാപകൻ E ബാലകൃഷ്ണൻ, പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ തുടങ്ങിയവർ ചേർന്ന് തുക ഏറ്റുവാങ്ങി. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വരവൂർ ഗ്രാമപഞ്ചായത്തും കുടുംബശ്രീയും സംയുക്തമായി ബാലസഭാ കുട്ടികൾക്കുള്ള ഏകദിന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. വരവൂർ പഞ്ചായത്ത് പ്രസിഡന്റ് PP സുനിത ഉദ്ഘാടനം ചെയ്തു. CDS ചെയർപേഴ്സൺ VK പുഷ്പ അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വിമല പ്രഹ്ലാദൻ, വാർഡ് മെമ്പർ K ജിഷ എന്നിവർ സംസാരിച്ചു. 62 കുട്ടികൾ പങ്കെടുത്ത ക്യാമ്പിൽ കഥകളി ഫ്രെയിം, ഫ്ലവർ മേക്കിംഗ്, ബാഡ്ജ് എന്നിവയുടെ നിർമ്മാണ പരിശീലനത്തിന് ജില്ലാ ക്രാഫ്റ്റ് അധ്യാപിക രാധിക നേതൃത്വം നൽകി. വരവൂർ കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ PM ബിന്ദു സ്വാഗതവും TN നസീമ നന്ദിയും പറഞ്ഞു. CDS മെമ്പർമാരായ സരോജിനി, CR ഗീത, ബേബി ചന്ദ്രൻ, MA ഷീബ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ചെറുപ്പം മുതലേ എന്ത് വേണം, തൊഴിൽ അധിഷ്ഠിതമായിട്ടുള്ള വിദ്യാഭ്യാസം നിങ്ങൾക്ക് നൽകുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ കുട്ടികളിലൂടെ പ്രാവർത്തികമാക്കാൻ നമ്മുടെ സർക്കാർ ആവിഷ്കരിച്ചതാണത്. ഇത് ഇന്നല്ല, വർഷങ്ങളോളായിട്ട് തുടങ്ങുന്നതാണ് അല്ലേ. നമുക്ക് എല്ലാവർക്കും എന്ത് വേണം, നിങ്ങൾ വലിയ കുട്ടികളാകുമ്പോൾ സ്വയം പര്യാപ്തരായിട്ട് മാറണം അല്ലേ. അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരം നൈപുണ്യ വികസനങ്ങൾ, ഇത്തരം ചെറിയ പരിശീലനങ്ങളിലൂടെ ഇത് കണ്ടറിഞ്ഞ് നിങ്ങൾ പ്രവർത്തിക്കണം. ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ കൂറ്റനാടും ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തും സംയുക്തമായി മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ചാലിശ്ശേരി സെന്ററിൽ ബോട്ടിൽ ബൂത്ത് സ്ഥാപിച്ചു. ജെസി സുഫിയാൻ അധ്യക്ഷത വഹിച്ചു. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ഉദ്ഘാടനം ചെയ്തു. JCI മുൻ ദേശീയ പ്രസിഡന്റ് P സന്തോഷ് കുമാർ മുഖ്യാതിഥിയായി. കൂറ്റനാട് നിയുക്ത പ്രസിഡന്റ് സുഹൈൽ, TP ഷക്കീർ, അനൂപ് അച്യുതൻ, ഷെബീർ വൈക്കത്ത, സെക്രട്ടറി ജെസി ദിൽഷാദ്, ട്രഷറർ ജെസി ഫാരിസ് തുടങ്ങിയവർ സംസാരിച്ചു.
ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സാർവദേശീയ മഹിളാ ദിനം ആചരിച്ചു. ബ്ലോക്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി പ്രശസ്ത ചിത്രകാരി ദുർഗ മാലതി ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റിജീന അധ്യക്ഷയായി. സമൂഹത്തിലെ പ്രമുഖ വനിതാ വ്യക്തിത്വങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് പ്രവർത്തകരുടെ കലാപരിപാടികളും അരങ്ങേറി. എനിക്ക് മാത്രമാണ് ഈ അവാർഡ് കിട്ടിയിരുന്നതെങ്കിൽ സമൂഹം സംശയത്തോടുകൂടി നോക്കിയാണ്. കാരണം എന്നെ ആരും അറിയില്ല, ഇത് ഏത് സിനിമയിലാണ്, ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടേയില്ല. ഇത്തരം വിവാദങ്ങൾ വരെ വരാം. പക്ഷെ ചേച്ചി എന്റെ രക്ഷകനായിട്ട് എന്റെ കൂടെ വളരെ ശക്തിയായിട്ട് എന്റെ കൂടെ നിന്നു. മാത്രമല്ല ജൂറി എന്നെ തഴഞ്ഞില്ല എന്നതും വലിയൊരു കാര്യം. ഞാൻ മുഖ്യധാരയിലില്ല, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടില്ല. അപ്പോ അങ്ങനെയുള്ള ഒരു അഭിനേത്രിയെ ചേർത്ത് വെച്ചു എന്നുള്ളത് നമ്മുടെ സാധാരണക്കാരനും പ്രാപ്യമായ ഒന്നാണ് എന്നൊരു തെളിവാണ് ഈ പ്രാവശ്യത്തെ അവാർഡ്. നമുക്കൊക്കെ ഒരുപാട് കഴിവുകളുടെ ആളുകൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ നാടകം കളിച്ചിട്ടായിരുന്നു കോട്ടയ്ക്കൽ വെറ്റിനറി ഡോക്ടേഴ്സിന്റെ സ്റ്റേറ്റ് തലത്തിലുള്ള വനിതാ ദിന ആഘോഷമായിരുന്നു. ചാലിശ്ശേരി കുന്നത്തേരി TP ഉണ്ണികൃഷ്ണൻ സ്മാരക പൗർണമി വായനശാല വനിതാവേദി നടത്തിയ വനിതാ ദിനാചരണം കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ വനിതാ ചീഫ് ലൈബ്രറിയൻ PK ശാന്ത ഉദ്ഘാടനം ചെയ്തു. KS വിജിഷ അധ്യക്ഷയായി. ചാലിശ്ശേരി CDS ചെയർപേഴ്സൺ ലതാ സൽഗുണൻ വിശിഷ്ടാതിഥിയായി. സ്ത്രീ സുരക്ഷ, സ്ത്രീ അവകാശങ്ങൾ എന്നിവയെക്കുറിച്ച് നിയമവിദ്യാർത്ഥിനിയായ ഗായത്രി രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു. ഹരിതകർമ്മ സേനാംഗങ്ങൾ, സ്ത്രീ സംരംഭകർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ലൈബ്രറി കൌൺസിൽ ചാലിശ്ശേരി പഞ്ചായത്ത് കൺവീനർ EK മണികണ്ഠൻ, കുടുംബശ്രീ പ്രവർത്തക അമ്പിളി, ആർച്ച് ടീച്ചർ ശാന്ത വിജയൻ, ഇന്ദിര, സിജി എന്നിവർ സംസാരിച്ചു. ഇതോടെ നിലയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.